അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു ദൈവാലയം എവിടെ ഉണ്ടാകണമെന്നുള്ള അതീവമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലും വലിയ സ്നേഹവും വലിയ ചൈതന്യവും പ്രകടമാകുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ഈ ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ വലിയ പൂർത്തീകരണമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ നാമധേയത്തിലാണ് ഈ കുരിശുപള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹയെക്കുറിച്ച് നമുക്കറിയാം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവനായിട്ട് ജീവിതകാലം മുഴുവനും ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ തൻ്റെ തുടർന്നുള്ള ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിച്ച അപ്പസ്തോലൻ. 3 മിഷണറി യാത്രകളും തുടർന്ന് 4ാമത്തെ യാത്ര തൻ്റെ വധത്തിനു വേണ്ടിയുള്ള വിധിയുമായിട്ടാണ് പോയത്. ആ പോകുന്ന വഴിക്കും താൻ കണ്ടുമുട്ടിയവർക്കൊക്കെ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാൻ ഒട്ടും മടി കാണിച്ചു. അതാണ് പൗലോസ്ലീഹായുടെ ചൈതന്യം എന്ന് പറയുന്നത്. ഒരിക്കലും മനസ്സ് മടുക്കാതെ ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായിക്കോട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകട്ടെ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകട്ടെ, മർദ്ദനങ്ങൾ ഉണ്ടാകട്ടെ, അപകടങ്ങൾ ഉണ്ടാകട്ടെ, ഇതിൽ തളരാതെ തകരാതെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് അപ്പസ്തോലൻ. അതുകൊണ്ട് തന്നെയാണ് വിജാതിയുടെ അപ്പസ്തോലൻ, സഭയിലെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്.